ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് റിക്വയർമെൻറ്റ്സ് ഓഫ് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. നമ്മൾ ഇ-കോമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. വെറുതെ അങ്ങോട്ട് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക, നമുക്കറിയാം ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക നമ്മൾ എന്തിലൂടെയൊക്കെയാണ്, ഒന്നുകിൽ നമ്മൾ മൊബൈൽ ഫോണിലൂടെ അതിൻ്റെ ഓർഡേഴ്സ് കളക്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുക. പക്ഷെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്ന ഒരു വ്യക്തി ആ സൈറ്റിൽ കയറുമ്പോൾ അദ്ദേഹത്തിന് മെയിനായിട്ട് ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ആ സൈറ്റ് ഫോം ചെയ്യുമ്പോൾ ഒരു കസ്റ്റമർക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കണം, പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകാൻ സാധിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ നമുക്കതിൻ്റെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു അതിൻ്റെ എക്സ്ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്, പേയ്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് ആവശ്യമുണ്ട്. ഇ-കോമേഴ്സ് does not refer merely to a firm putting up a website for the purpose of selling goods to buyers over internet. For e-commerce to be a competitive alternative to traditional commerce transaction. Traditional commerce transaction ഒരു alternative ആയിട്ടാണ്, ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇ-കോമേഴ്സ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? അപ്പോൾ and for a firm to maximize the benefit of e-commerce, a number of technicals as well as enabling issues have to be considered. The customers expect a fully featured web store that deliver an excellent shopping experience. ഇത് അപ്രോച്ച് ചെയ്യുന്ന ഏതൊരു കസ്റ്റമർക്കും ഒരു എക്സലൻറ്റ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് website requirements that will help to increase online sales. The first one is responsive web design. People must be able to borrow the website and access the information using any device such as computer, laptop or smartphone without any difficulty. നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? Therefore an e-commerce website should be responsive automatically in any type of device without distorting the view. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ സൈറ്റ് വെച്ച് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സൈറ്റ് നമുക്ക് എടുക്കാനായിട്ട് ഓട്ടോമാറ്റിക്കലി അത് എടുക്കാനായിട്ടുള്ളൊരു സംവിധാനം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അക്സസബിൾ ആയിട്ട് അതിൽ വരുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തേത് അട്രാക്റ്റീവ് ആൻഡ് ഗുഡ് ലുക്കിംഗ് വെബ് ഡിസൈൻ. വെബ് ഡിസൈൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അതിൻ്റെ ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ സൈറ്റ് കാണുമ്പോൾ കാണുന്നവർക്ക് നല്ലൊരു അട്രാക്റ്റീവായിട്ട് ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ട് തോന്നണം എന്ന് പറയുന്നു. A good looking and attractive online store support customers through their buying activity, from first tempting a customer to check out to inspiring them to explore the store and its product to finally converted them to purchasing. Making online store layout intuitive for the visitors is a best method to draw their attention to the right place. Next, quick page loading. Quick page loading ന്റെ സ്പെല്ലിംഗ് ഞാൻ ടൈപ്പ് ചെയ്ത് തെറ്റി, LOADING. ക്വിക്ക് പേജ് ലോഡിങ്. പെട്ടെന്ന് തന്നെ ആ പേജ് ലോഡായി വരാനായിട്ടുള്ള സംവിധാനം ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഹാങ് ആയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും അല്ലേ? അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വിശദമായിട്ട് അതിൽ കൊടുക്കണം. അതിനെ സംബന്ധിച്ചുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തൊക്കെ ഡിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടോ അത് അതിൽ കൊടുക്കണം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ഉള്ള കാരണം ഞാൻ ആ പോയിന്റ്സ് കംപ്ലീറ്റ് ഇങ്ങനെ എഴുതുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പോയിന്റ്സ് മാത്രം എഴുതുന്ന. എക്സ്പ്ലനേഷൻ നിങ്ങൾ അതിൽ നോക്കി പഠിച്ചാൽ മതി. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് സെർച്ച് ആൻഡ് ഫിൽറ്റർ. Some customers know precisely what they are looking for, so it is important to provide them the focused shopping approach with the searching and filtering functionality. A searcher bar or box help the customer instantly locate what they need. The other features such as search word, autofill and searching by the most used word support efficient searching. Next, videos. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ്, പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിനുമായിട്ടുള്ള വീഡിയോസ്, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ, ഇത് വാങ്ങിച്ചിട്ടുള്ള
ആൾക്കാരുടെ റിവ്യൂ നോക്കിയിട്ടാണ് പലരും ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ മസ്റ്റ് ആണ്. നെക്സ്റ്റ്, ന്യൂ പ്രൊമോഷൻസ്. That means posting new promotion across the site help the customers to see latest specific offers. പുതിയ ഓഫേഴ്സ് ഒക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ന്യൂ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അതിന് റിലേറ്റ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് ഇപ്പോൾ 3 വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ, അല്ലെങ്കിൽ 3 വാങ്ങിക്കുമ്പോൾ ഇതിന്റെ വിലയിൽ ഇത്ര, അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതർ പ്രൊമോഷണൽ ഫീച്ചേഴ്സ് സച്ച് ആസ് കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇൻഡിക്കേറ്റിംഗ് ദ സ്പെഷ്യൽ ഓഫർ, ഇത്ര മണിക്കൂറിന്റെ ഉള്ളിലുള്ള ഒരു ഓഫറാണ്, ഈ സമയം കഴിഞ്ഞാൽ ഈ ഓഫർ പോകുന്നതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഡേ ഇത് നോക്കുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള ന്യൂ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ കാണാം. ഇനി പവർഫുൾ ഷോപ്പിംഗ് കാർട്ട്. That means a shopping cart is not just a place for the customers to store items pending checkout. Is another important touch point that can deliver additional conversion opportunities. ഓക്കെ, ഇനി സിമ്പിൾ ചെക്കൗട്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ചെക്കൗട്ട് ആയിട്ട് പോകാനുള്ള സംവിധാനങ്ങൾ അതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാതെ നല്ല രീതിയിൽ പോകുന്നതിനുള്ള ഒരു മാർഗങ്ങളാണ്. ക്ലിയർ കോണ്ടാക്ട് ഇൻഫർമേഷൻ, അത് വ്യക്തമായിട്ട് കൊടുക്കേണ്ടതാണ്. അതുപോലെ സോഷ്യൽ മീഡിയസ്, കസ്റ്റമേഴ്സ് ആർ ദ ബെസ്റ്റ് ബ്രാൻഡ് കമ്പാനിയൻ, സോ അലൗ ദം ടു പ്രൊമോട്ട് ദ കമ്പനി ആൻഡ് പബ്ലിസൈസ് യുവർ പ്രോഡക്റ്റ് ആൻഡ് ദ സോഷ്യൽ മീഡിയ ചാനൽ ബൈ ഇൻക്ലൂഡ് സോഷ്യൽ ഷെയർ ബട്ടൺ ടു വെബ് പേജ്. ഷെയർ ബട്ടൺസ് അതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിന്. മേക്ക് ഷുവർ ദ ലിങ്ക്സ് ടു യുവർ കമ്പനി സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ആർ ഓൾസോ വിസിബിൾ to that people can connect their social network with viewers. ഇപ്പം നമുക്ക് നിങ്ങളുടെ ചാനൽ കണ്ടു അത് നമുക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ, അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓൺലൈനാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ കളറിലോ സൈസിലോ ഏതെങ്കിലും രീതിയിൽ ഉദ്ദേശിച്ച കളറിലുള്ള സാധനം അല്ലെങ്കിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള സാധനങ്ങൾ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൂടി കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും പോയിന്റ്സ് ആണ് റിക്വയർമെന്റ്സ് ഓഫ് ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.